ഇന്നൊരു പുതിയ ഐറ്റം കൊണ്ടാണ് വരുന്നത്. നേരെ വീഡിയോയിലേക്ക് പോയാലോ. നമ്മളിവിടെ ഇന്ന് ഒരു പരിപ്പും തക്കാളിയും കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി കറിയാണ്. അതിനുവേണ്ടി നമ്മൾ ഇതുപോലത്തെ ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്, 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, പരിപ്പ് കഴുകി നമ്മളൊരു കുക്കറിലിട്ടു. ഇനി പരിപ്പ് എടുത്ത ആ അളവിൽ തന്നെ ആ കപ്പിൽ നമുക്കൊരു 3 കപ്പ് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ അടിക്കുന്നവരെ കുക്കർ അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. അതിനുശേഷം എയർ പോകുന്നവരെ, എയർ പോയി കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നെടുക്കാം. അപ്പോൾ പരിപ്പ് നന്നായി വെന്തിട്ടുണ്ടാവും. ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഈ പരിപ്പൊക്കെ വേവിക്കുമ്പോൾ നമ്മൾ പരിപ്പ് തിളച്ച് പൊങ്ങുന്നത് കാരണം നമ്മൾ വെളിച്ചെണ്ണ ലേശം, എണ്ണ ലേശം അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്താൽ തിളച്ച് പൊങ്ങില്ല. പരിപ്പ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞെടുക്കാം. ഉള്ളി പൊളിച്ച് തക്കാളി എല്ലാം കഴുകി വൃത്തിയാക്കി നമുക്ക് ഇതിനെല്ലാം അരിഞ്ഞെടുക്കാം. ഉള്ളിയും തക്കാളിയും പച്ചമുളകും നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കണ സവാള ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി വഴറ്റിയെടുക്കുക. ഉള്ളിയൊക്കെ ഒന്ന് ഇച്ചിരി വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഉള്ളിയൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അതുപോലെ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. നമുക്കിനി പകുതി മുക്കാൽ വേവിച്ച് വെച്ച പരിപ്പിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ചെണ്ടിയത് ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി, പച്ചമുളക് 2 എണ്ണം, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി നന്നായി അരച്ചെടുക്കാം. പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് അരച്ചെടുക്കാം. തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ അരച്ചപ്പോൾ ഞാൻ ചുവന്നുള്ളിയാണ് അരയ്ക്കാനെടുത്തത്. വെളുത്തുള്ളി ചേർക്കേണ്ടവർക്കും വെളുത്തുള്ളി വേണമെങ്കിലും എടുക്കാം. ചുവന്നുള്ളി ആകുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുക. കടുക് വറുക്കാനായി ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നു. നമുക്ക് ഇതിനകത്തേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് പരിപ്പ് തുറന്ന് നോക്കാം. പരിപ്പും തക്കാളിയും ഉള്ളിയും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പൊഴിച്ച് തിള വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തത് ഒഴിച്ചു കൊടുക്കാം.
അങ്ങനെ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള പരിപ്പ് തക്കാളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി കറിയാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്ക്. പെട്ടെന്ന് വെക്കാൻ പറ്റിയ സൂപ്പർ കറിയാണ്. എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.